ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. സായിത്രയം. സർവസംഘ പരിത്യാഗികളാകേണ്ട ആത്മീയാചാര്യന്മാർ, രാജഗുരുക്കന്മാരാകേണ്ട നാട്ടിൽ കാവ്യവേഷധാരികൾ, സമ്പത്തും അധികാരവും സ്വാർത്ഥ താല്പര്യങ്ങളും നേടാനായി രാജഗുരുവേഷം അണിയുന്നു. വേലി തന്നെ വിളവ് തിന്നുന്നു. മനുഷ്യ മനസ്സിനെ ഉടച്ചു വാർക്കുക മാത്രമേ ഇത്തരുണത്തിൽ വഴിയുള്ളൂ. ഭൗതിക ശാസ്ത്ര പഠനത്തിലൂടെ പ്രത്യക്ഷ പ്രമാണം മാത്രം സത്യമായി സ്വീകരിച്ച ജനതയുടെ മുന്നിൽ ഇച്ഛാശക്തി കൊണ്ട് സൃഷ്ടിയും സംഹാരവും പരിപാലനവും വെളിവാക്കാൻ ഭഗവാൻ തീരുമാനിച്ചു. എന്തിനും ഏതിനും പ്രത്യക്ഷമായ തെളിവാണല്ലോ ഇന്നത്തെ ലോകം ആവശ്യപ്പെടുന്നത്. സൂര്യൻ എന്തിനു വെളിച്ചം കാണിക്കണം? തെളിവിന് തെളിവ് ആവശ്യമോ? ഇക്കാര്യം വെളിപ്പെടുത്തി കൊടുക്കാൻ ഭഗവാൻ തീരുമാനിച്ചു. അവതാരത്തിനുള്ള മുഹൂർത്തമായി. ഭഗവാൻ അതിനു തക്ക രൂപം സ്വീകരിക്കാൻ സങ്കല്പിച്ചു. ആ സങ്കല്പം സായിത്രയമായിരുന്നു. ഒന്നായ സായി അവതാര ദൗത്യ നിർവഹണത്തിനായി മൂന്നായി പിരിഞ്ഞു. നാസിക്കിലെ ഷിർദിയായിരുന്നു ആദ്യത്തെ സായി ലീലയ്ക്ക് ഒരുക്കപ്പെട്ട പുണ്യഭൂമി. ഇതിനെ സംബന്ധിച്ച ഒരു പൗരാണിക സംഭവം ഭഗവാൻ സത്യസായി ബാബ ഒരിക്കൽ വെളിപ്പെടുത്തി. ത്രേതായുഗത്തിലായിരുന്നു ആ സംഭവം. വേദപഠനം ഗഹനമായി ആരംഭിച്ചപ്പോഴാണ് ഭരദ്വാജ മഹർഷിക്ക് ബോധ്യപ്പെട്ടത്, അനന്തമായ വേദം പഠിച്ചു തീരണമെങ്കിൽ തനിക്ക് ആയുർദൈർഘ്യം വേണം. ഒരു പുരുഷായുസ് കൊണ്ട് വേദം പഠിച്ചു തീർക്കാൻ കഴിയില്ല. ദീർഘായുസിനു വേണ്ടി മഹർഷി തപസ്സിലേർപ്പെട്ടു. ദേവേന്ദ്രൻ പ്രത്യക്ഷനായി. അങ്ങയുടെ ആഗ്രഹം വെളിപ്പെടുത്തിയാലും. എനിക്ക് 100 വർഷം കൂടി ജീവിച്ചിരിക്കണം. വേദങ്ങൾ പഠിച്ചു തീർക്കണം. ഭരദ്വാജൻ വരം ആവശ്യപ്പെട്ടു. ഇന്ദ്രൻ വരം നൽകി. 100 വർഷം കഴിഞ്ഞു. വേദപഠനം കഴിഞ്ഞില്ല. അദ്ദേഹം ആയുർദൈർഘ്യത്തിനായി വീണ്ടും തപസ്സാരംഭിച്ചു. ദേവേന്ദ്രൻ 100 വർഷം കൂടി ആയുസ് നീട്ടിക്കൊടുത്തു. അപ്പോഴും പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഒരിക്കൽ കൂടി ആയുസ് വർദ്ധിപ്പിക്കാൻ തപസ് തുടങ്ങി. ഇന്ദ്രൻ അരുളി, അങ്ങ് 300 വർഷം കൊണ്ട് പഠിച്ചത് ആ കാണുന്ന 3 മലകളിൽ നിന്നെടുത്ത 3 പിടി മണ്ണിന് തുല്യമാണ്. വേദം പഠിച്ചു തീർക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുക. പകരം ഞാൻ ഉപദേശിക്കുന്ന ഒരു യാഗം ചെയ്യുക. വേദം മുഴുവനും പഠിച്ച ഫലം അതുകൊണ്ട് ലഭിക്കും. ഇന്ദ്രകൽപ്പന നിറവേറ്റാൻ ഭരദ്വാജൻ തീരുമാനിച്ചു. പാർവതീദേവിയെ യാഗത്തിന് ക്ഷണിക്കാനായി മഹർഷി കൈലാസത്തിലെത്തി. മഹർഷി ചെല്ലുമ്പോൾ ശ്രീപരമേശ്വരനും പാർവതീദേവിയും നൃത്തം ചെയ്ത് ആനന്ദിക്കുന്നു. അതൊരു മത്സര നൃത്തം കൂടിയായിരുന്നു അത്രേ. ആർക്കാണ് അധിക നേരം തുടർച്ചയായി നൃത്തം ചെയ്യാൻ കഴിയുക? ഇതായിരുന്നു മത്സരം. മുനിയെ ജഗത്പിതാക്കൾ ശ്രദ്ധിച്ചില്ല. മഞ്ഞണിഞ്ഞ ഹിമവൽ ഭൂമിയിൽ മുനി കാത്തു നിന്നു. കൊടും തണുപ്പ്. 8 ദിവസം ആ കാത്തിരിപ്പ് നീണ്ടു. ഭരദ്വാജൻ തിരിച്ചു പോകാൻ ഒരുങ്ങി. അപ്പോഴാണ് മാമുനിക്ക് ഞെട്ടലുണ്ടായത്. അനങ്ങാൻ കഴിയുന്നില്ല. കൊടുന്തണുപ്പിൽ ഇടതുവശം പൂർണ്ണമായും നിർജീവമായിരിക്കുന്നു. അദ്ദേഹം കുഴഞ്ഞു വീണു. ശ്രീപരമേശ്വരൻ സ്വഭക്തനെ താങ്ങിയെടുത്തു. മഹാമുനെ വിഷമിക്കേണ്ട. ശ്രീപാർവതി അരുളി, ഞാൻ അങ്ങയുടെ യാഗത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. ചലനശേഷി നഷ്ടപ്പെട്ട ഭരദ്വാജന് മിണ്ടാനായില്ല. ശ്രീപരമേശ്വരൻ കമണ്ഡലിൽ നിന്നും ദിവ്യമായ ജലമെടുത്ത് മുനിയുടെ ശരീരത്തിൽ തളിച്ചു. അതോടെ ചലനശക്തി തിരിച്ചു കിട്ടി. ഭഗവാൻ അരുളി, ഞങ്ങൾ അങ്ങയുടെ യാഗത്തിൽ സംബന്ധിക്കുന്നതായിരിക്കും. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് യാഗം ഗംഭീരമായി നടന്നു. അത്യന്തം സന്തുഷ്ടനായി ശ്രീപരമേശ്വരൻ അരുളി, നാം 3 പ്രാവശ്യം അങ്ങയുടെ ഗോത്രത്തിൽ അവതരിക്കും. ഭരദ്വാജ ഗോത്രം. മാത്രമല്ല, കൈലാസത്തിലെ കൊടുന്തണുപ്പിൽ അങ്ങ് അനുഭവിച്ച ക്ലേശം 2ാമത്തെ അവതാര വേളയിൽ ശ്രീ സത്യസായി അവതാരം ഞാൻ സ്വയം സ്വീകരിക്കും. 8 നാൾ അങ്ങേക്ക് സംഭവിച്ചതുപോലെ തന്നെ ഒരു വശം തളർന്നു കിടക്കും. വീണ്ടും നാം നമ്മെ സുഖപ്പെടുത്തുകയും ചെയ്യും. ഇപ്പോൾ അങ്ങയെ സുഖപ്പെടുത്തിയതുപോലെ. ആ ലീല സത്യസായി അവതാരത്തിൽ അരങ്ങേറി. ആ വരങ്ങൾ 3 ഘട്ടങ്ങളിലൂടെ നിറവേറ്റാനായിരുന്നു ഭഗവാന്റെ സങ്കല്പം. സായി അവതാരം സായിത്രയങ്ങൾ കൂടിയതാണ്. ഷിർദിസായി, പർത്തിസായി, പ്രേമസായി. അതിൻ്റെ 2 ഘട്ടങ്ങൾ കഴിഞ്ഞു. ഷിർദിസായി ഹിന്ദു മുസ്ലിം വൈരത്തെ അകറ്റി ഈശ്വരൻ ഒന്നേയുള്ളൂ എന്ന സത്യം ജ്ഞാനം സ്ഥാപിച്ചു. എല്ലാവരിലും ഉള്ളത് ഒരേ ഈശ്വരനാണെന്ന അറിവ് പർത്തിസായി ലോകത്തിന് സമ്മാനിച്ചു. പ്രേമസായി എല്ലാവരും ഈശ്വരൻ തന്നെ എന്ന അനുഭൂതിയിലേക്ക് മാനവരാശിയെ നയിക്കും.
ഈ 3 അവതാരങ്ങളുടെയും ആയുധം, പ്രേമായുധം, ഷിർദി അതൊരു വിധത്തിൽ ഉപയോഗിച്ചു. പർത്തിസായി മറ്റൊരു വിധം ഉപയോഗിച്ചു. പ്രേമസായി അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് സുഹൃത്തികൾ അറിയട്ടെ, അനുഭവിക്കട്ടെ. ഈ പ്രേമായുധത്തിലൂടെ സായിത്രയം ശാന്തിഗോപുരം പടുത്തുയർത്തും. അതിൻ്റെ അസ്ഥിവാരവും ആദ്യഘട്ട ജോലികളും 2 സായി അവതാരങ്ങളിലൂടെ നടന്നു കഴിഞ്ഞു. ഷിർദീശ്വരിലൂടെ നമുക്ക് പർത്തീശ്വരനെ അറിയാനാകൂ. അതിനാൽ ഷിർദി സായിയെ പർത്തിസായി പരിചയപ്പെടുത്തിയ കഥ മുതൽ കേൾക്കാം. കാരണം ലോകം ഷിർദി സായിബാബയെ കാണുന്നത് അവിടുത്തെ 16-ാം വയസ്സിൽ. അതിനു മുമ്പുള്ള അവിടുത്തെ കഥ സത്യസായി വെളിപ്പെടുത്തും വരെ ലോകത്തിന് അജ്ഞാതമായിരുന്നു. 1974 ജനുവരി 14 സത്യസായി ഷിർദി സായിയുടെ ആദ്യകാലം വെളിപ്പെടുത്തി. ഓം തത് സത്ത്.